നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പൊ ഇത് കുറച്ച് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന പ്രശ്നമല്ലേ? നീ പേടിക്കൊന്നും വേണ്ട. നീ കുറച്ച് സമയം സ്വസ്ഥമായിട്ടിരുന്ന് എന്താ പോംവഴിന്ന് ആലോചിക്ക. എന്നിട്ട് അത് ഞങ്ങളോട് പറയ. നീ തോൽക്കാനേ ഞങ്ങൾ സമ്മതിക്കില്ല. കേട്ടില്ലേടി, ഇങ്ങനൊരാള് നിന്റെ കൂടെ ഉള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നേ? നീ സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്ക്. വാ ബ്രോ, ശല്യപ്പെടുത്തണ്ട. പാർവതി, പാർവതി, മറ്റുള്ളവർ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ മനക്കണ്ണിൽ കാണുന്ന നിന്റെ കഴിവായിരുന്നു എന്റെ ധൈര്യം. നിന്റെ ആ സിദ്ധി ഉദയന്നൂർ ദേവി നിനക്ക് നൽകിയ വരമാണെന്നും എനിക്കറിയാം. ഉദയന്നൂർ അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഇല്ലാതായാൽ നിന്റെ സിദ്ധിയും നഷ്ടമാകുമോ എന്നാണ് എന്റെ ഭയം. എന്റെ ഗോപിയേട്ടൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നതിന്റെ കാരണം ഉദയന്നൂരമ്മ നിന്റെ മനക്കണ്ണിൽ കാണിച്ചു തന്ന അപകട സൂചനയുടെ ഫലമാ. എനിക്കറിയില്ല. ഉദയന്നൂരമ്മയുടെ ചിത്രം സൂക്ഷിക്കുന്ന സ്ഥലം ഞാൻ എപ്പോഴും ശുദ്ധിയാക്കി വെക്കും. കുളിച്ചു മാറിയിട്ടല്ലാതെ അമ്മയുടെ മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കാറില്ല. ഈ വീട്ടിലേക്ക് മാലിന്യം കൊണ്ടുവരണമെന്നില്ല. ഈ വീടിന്റെ 4 അതിരുകളിലും കൊണ്ടിട്ടാലും മതി. അതോടെ ഉദയന്നൂരമ്മയുടെ സാന്നിധ്യം ഈ വീട്ടിൽ നിന്ന് താനെ പോകും. കാട്ടൂർ ഭൈരവനെ തേടിയാണ് പ്രതാപൻ പോയിരിക്കുന്നത്. കാട്ടൂർ ഭൈരവനോ? അധമ കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു മാന്ത്രികൻ. അയാളുടെ ഉപാസനാമൂർത്തികൾ 1 അല്ല 5 ആണ്. നിന്നെയും അയാൾ അപായപ്പെടുത്തിയേക്കും. സൂക്ഷിക്കണം. ദേവമ്മേ, ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഉദയന്നൂരമ്മയിലൂടെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ആപത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ഉദയന്നൂരമ്മയ്ക്ക് കഴിയും. ഭയമല്ല ഇവിടുത്തെ വികാരം, വിശ്വാസമായിരിക്കണം. ആത്മവിശ്വാസം. അരുതാത്തതൊന്നും സംഭവിക്കില്ല എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. എനിക്കിതൊക്കെ പറഞ്ഞു തരാനേ കഴിയും. പ്രാവർത്തികമാക്കേണ്ടത് പാർവതിയാണ്. ദൈവമേ, എന്റെ ഉദയന്നൂരമ്മ കാത്തോണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.